ഇന്നത്തെ സിനിമാക്കാർക്കോ ഈ തലമുറയിലെ സിനിമാ ആസ്വാദകർക്കോ അത്ര പരിചയമുള്ള ഒരാളല്ല ഇത്. ഒരു സിനിമാ താരം എന്ന നിലയിൽ അഭ്രപാളിയിൽ വളരെ കുറച്ച് കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി ഹ്രസ്വകാലം മാത്രം നീണ്ട അഭിനയകാലം മാത്രമേ ഈ അഭിനേത്രിക്ക് അവകാശപ്പെടാനുള്ളൂ. പക്ഷേ സിനിമയുടെ ചരിത്ര പുസ്തകത്തിൽ ഈ കലാകാരിയുടെ പേര് പ്രമുഖരായവരോടൊപ്പം തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നെയ്യാറ്റിൻകര കോമള, മലയാള സിനിമയിലെ ആദ്യകാല നായികമാരിലൊരാൾ. നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ ആദ്യ നായിക എന്ന ബഹുമതി ഇവർക്ക് സ്വന്തം. ഭൂതകാലത്തിലെ ഇത്തിരി മധുരമുള്ള സ്മൃതികളും നെഞ്ചിലേറ്റി മലയാള സിനിമയിലെ അമ്മ നക്ഷത്രങ്ങളിൽ ഒരാളായി ഒട്ടൊക്കെ അപരിചിതയായി ജീവിക്കുകയാണ് നെയ്യാറ്റിൻകര കോമളം. കടന്നുപോയ തന്റെ സിനിമാക്കാലത്തെക്കുറിച്ചും വന്നു വിളിച്ചിട്ടും സ്വീകരിച്ച് സ്വന്തമാക്കാൻ കഴിയാതെ പോയ കഥാപാത്രങ്ങളെക്കുറിച്ചും അങ്ങനെ പലതും ഇവിടെ ഓർമ്മയിൽ നിന്നും നമ്മോട് പറയുകയാണ് കോമളം. സിനിമയിലേക്ക് വരാനുള്ള കാരണം എൻ്റെ ഒരു സഹോദരിയുടെ ഭർത്താവ് ഈ ഫിലിം ഫീൽഡിലുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ തിയേറ്റർ സംബന്ധമായിട്ട്. അപ്പോൾ പിന്നെ അതുവഴി ആദ്യം നല്ലതങ്കയെല്ലാം എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഞങ്ങളിങ്ങനെ തിയേറ്ററിൽ പോയി സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ESLC കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോഴിങ്ങനെ ഞങ്ങളിങ്ങനെ ഇരുന്നപ്പോൾ അവരിങ്ങനെ നല്ലതങ്കയ്ക്ക് വേണ്ടി ആൾക്കാരെ എടുത്തുകൊണ്ട് വരുന്ന സമയം ഡയറക്ടറും എല്ലാം കൂടി ആ തിയേറ്ററിൽ വന്നു. അവിടെ വെച്ച് എൻ്റെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് അവിടെ മാനേജരായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ച് ഞങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നത് കണ്ടു. അതാരാണെന്നൊക്കെ ചോദിച്ചിട്ട് അവരങ്ങ് പോയി. ഒടുക്കം പിന്നീട് ചേട്ടൻ വന്ന് വീട്ടിലിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഓമനെ ഇങ്ങനെ എന്നെ വീട്ടിൽ വിളിക്കുന്നത് ഓമനാന്ന്. ഓമനെ ഇങ്ങനെ അയക്കുമെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഒരു യാഥാസ്ഥിതിക കുടുംബമാണ് അന്നത്തെ കാലം. ആ കാലയളവിൽ സിനിമയും നാടകവും എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഭ്രഷ്ട് കൽപ്പിച്ചിരുന്ന സമൂഹത്തിന് തന്നെ വലിയ ഒരു പോരായ്മയുള്ളൊരു കാലമായിരുന്നു അന്ന്. അപ്പോൾ ഇവിടെ ആദ്യം സമ്മതിച്ചില്ല. അങ്ങനെയൊക്കെ ആയി. ഒടുക്കെ എൻ്റെ വിധിയായിരിക്കുക അതങ്ങ് തെറ്റി. പിന്നീടാണ് വനമാല എന്നൊരു ഫിലിം എടുത്തപ്പോഴത്തേക്കും ഈ ചേട്ടൻ വഴി തന്നെ അതിനിങ്ങനെ ഏതായാലും ഇങ്ങനെ 2-3 വന്നതുകൊണ്ട് പോയി. അങ്ങനെയാണ് ഈ ഫിലിമിൽ അതിലെ നായികയായിട്ട് വനമാലയിൽ മാലയായിട്ട് എടുത്ത്. അത് ആദ്യത്തെ വനച്ചിത്രമാണ് നമ്മുടെ മലയാളത്തിൽ. അതിലാദ്യമേ ആക്ടിങ്ങിനെ പറ്റിയോ എന്ത് പറ്റിയോ ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ അവരിങ്ങനെ റിഹേഴ്സൽ പറഞ്ഞ് അമ്മ കൂടെ അന്നൊക്കെ വരുമായിരുന്നു എൻ്റെ കൂടെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അതിലെ നായികയായി ആ പടം റിലീസ് ചെയ്തു. അങ്ങനെയാണ് ഞാനൊരു സിനിമ നടി ആയത്. ഞാൻ ഈ ഫീൽഡിൽ ആദ്യം സംസാരിച്ചത് ഈ കാട്ടിൽ നീ വളർത്തിയ ആന ഞാൻ വളർത്തിയ ആന നിൻ്റെയോ കള്ള, ഇതാണ് ആദ്യത്തെ. അതെനിക്ക് നല്ല ഓർമ്മ. എല്ലാം കാട്ടിൽ വെച്ചായിരുന്നു എടുത്തത്. ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഇന്നടുത്ത് ഇന്ന കുട്ടി ഇതാ ഇങ്ങനെ സിനിമയ്ക്ക് പോയി ഇവിടെ വലിയ ഒച്ചപ്പാടൊക്കെ ആയിരുന്നു എന്ന് പിന്നെ അറിഞ്ഞു. അപ്പോഴേ ഈ പേച്ചിപ്പാറ വെച്ച് ഷൂട്ടിംഗ് ആയതുകൊണ്ട് നെയ്യാറ്റിൻകരയുന്നത് എന്തോന്നൊന്നും അറിയാനൊന്നും പറഞ്ഞുകൊണ്ട് ബസ്സിലും ഒക്കെ ആൾക്കാർ അവിടെ വന്നിരുന്നു. ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അപ്പോൾ കാട്ട് പെണ്ണിൻ്റെ ഡ്രസ്സുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഈ മീതെ സാരിയെല്ലാം ഉടുത്തും കൊണ്ട് നിൽക്കുക. സമയമാകുമ്പോഴത്തേക്കും ഇതൊന്ന് മാറ്റിയിട്ട് അവിടെ അവിടെ ആൾക്കാരില്ല. എന്നാൽ ഇവളെങ്ങനെ ആനപ്പുറത്ത് കയറുന്നതൊക്കെ നോക്കാൻ അതൊക്കെ പിന്നേ മനസ്സിലായുള്ളൂ. അങ്ങനെയായിരുന്നു അവിടെ ഷൂട്ട് ചെയ്തതും ആൾക്കാരൊക്കെ വന്നതും. പിന്നെ അത് കഴിഞ്ഞിങ്ങ് വന്നപ്പോൾ അവൾ സിനിമയിൽ പോയി ആനപ്പുറത്ത് കയറി എന്നൊക്കെ ഇവിടെ വലിയ റൂമറായിരുന്നു. യാഥാസ്ഥിതികമായ ഒരു കുടുംബത്തിൽ നിന്ന് ഒരുപാട് എതിർപ്പുകളെ മറികടന്ന് സിനിമയിലെത്തിയ കോമളത്തിന് ചലച്ചിത്ര മേഖല നല്ല വേഷങ്ങൾ നൽകി അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. സിനിമാ നടിയാകാൻ ഇറങ്ങി പുറപ്പെട്ട പെൺകുട്ടിയെ നോക്കി അയ്യേ എന്ന് ഭാവിച്ചവർ കൂടി അവർ അവതരിപ്പിച്ച കഥാപാത്രങ്ങളോട് ഇഷ്ടം കൂടുക തന്നെ ചെയ്തു. വേഷങ്ങളുടെ വൈവിധ്യം കൊണ്ടായിരുന്നില്ല, അഭിനയ മികവ് കൊണ്ടാണ് കോമളം പ്രേക്ഷകരുടെ ഹൃദയത്തിൽ സ്ഥാനമുറപ്പിച്ചത്. പിന്നെ രണ്ടാമത്തെ ഫിലിമിന് എനിക്ക് വന്നത് മദ്രാസിൽ നിന്ന് സിറ്റാർ സ്റ്റുഡിയോയിൽ നിന്ന് ഈ കോട്ടയത്ത് അന്നൊരു ജിയോ പിക്ചേഴ്സ് ഉണ്ടായിരുന്നു. അവരിങ്ങനെ ആത്മശാന്തി എന്നൊരു ഫിലിം എടുക്കുന്നുണ്ട്. വനമാല കണ്ടിട്ടായിരിക്കും. അതിൽ ഞാൻ ഇതിൽ നിന്ന് കുറച്ചുകൂടിയൊക്കെ ഗുണ്ടാണ്, വണ്ണം ഉണ്ട് കുറച്ചുകൂടി. അവർ വന്നിട്ട് ഇവിടെ വെച്ച് എന്നെ ബുക്ക് ചെയ്തു. അതിൽ 2 സിസ്റ്റേഴ്സാണ്, ചേച്ചിയും അഞ്ചത്തിയും. അപ്പം ഞങ്ങളെ 2 പേര് മിസ് കുമാരിയാണ് ചേച്ചിയും, ഞാനാണ് രണ്ടാമത്തെ ശാരദയായിട്ട് ഞങ്ങളെ ബുക്ക് ചെയ്ത് ഞാനും അമ്മയും കൂടെ മദ്രാസിൽ പോയി. അത് വലിയ കമ്പനിയാണ്. അവിടെ താമസിച്ചു.
അവിടെ താമസിച്ച് അവിടെ ഒരുപാട് റിഹേഴ്സൽ തന്നു. ഒന്നും അറിഞ്ഞൂടല്ല, അവർ പറയുന്നത് പോലെ നമ്മൾ ആക്ട് ചെയ്യണം. ആദ്യത്തെ കാട്ട് ചിത്രത്തിൽ വലിയ ഡയലോഗ്സ് ഒന്നുമില്ല, അവിടെ കുറച്ചതേ ഉള്ളൂ. കാട്ടുപെണ്ണല്ലേ, ഇതിന് ഒരുപാട് നമുക്ക് നല്ല ഡയലോഗ്സൊക്കെ തന്നു. അത് അവിടെ ആൾ വന്ന് ഞങ്ങൾ താമസിക്കുന്നത് റിഹേഴ്സൽ 1-2 മാസം നല്ല റിഹേഴ്സൽ തന്നു. അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ആൾ വന്ന് നല്ലതുപോലെ ഡയലോഗെല്ലാം അന്ന് കാണാതെ പഠിച്ച് പിന്നെ ഞങ്ങൾ ഷൂട്ടിങ് തുടങ്ങി. ആ പടം ഇട്ട് കണ്ടപ്പോൾ അവർക്കെല്ലാം ശാരദയുടേത് അവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമായി, ആത്മശാന്തിയിലെ. എന്നിട്ട് അന്നത്തെ കാലത്ത് പിന്നെ യാത്ര ഇറങ്ങിയപ്പോൾ 250 രൂപ കോമളം നന്നായിട്ടുണ്ട്, ഞങ്ങളുടെ പ്രസൻറ്റേഷൻ എന്നും പറഞ്ഞ് 250 രൂപ എനിക്ക് കൂടുതലും തന്നു, എഗ്രിമെൻറ്റ് കൂടാതെ. അത് കണ്ടിട്ടാണ്. പക്ഷേ ആത്മശാന്തി ഇവിടെ 2-3 വാരം ഓടിയെന്ന് തോന്നുന്നു. ഞാനും പോയിരുന്നു ഈ നേരത്തെങ്കിൽ MV ടാക്കീസിൽ. അന്ന് ഇവിടെയുള്ള ഭയങ്കര ആൾ കൂടി. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഞങ്ങൾ പോകുന്നു. അന്ന് തിയേറ്ററിലും നിറച്ച ആൾ. അപ്പോൾ ഇവിടെങ്കിലും ഉള്ളവരൊക്കെ കണ്ടിട്ട് അവരെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഓമന നന്നായിട്ടുണ്ട്, ശാരദയുടെ ഞങ്ങളെ കരയിപ്പിച്ച് കളഞ്ഞല്ല. അപ്പോൾ എനിക്കൊരു ആത്മവിശ്വാസം. എൻ്റെ 2ാമത്തെ പിക്ചറായിരുന്നു. സിനിമയും ജീവിതവും വെവ്വേറെ കാണുകയല്ല, സിനിമാ നടിയുടെ അഭിനയവും ജീവിതവും ഒന്നാണെന്ന് വിശ്വസിച്ചവരായിരുന്നു പഴയ കാലത്തെ ചലച്ചിത്ര ആസ്വാദകരിൽ ബഹുഭൂരിപക്ഷവും. സിനിമയിൽ അവതരിപ്പിച്ച ഒരു കഥാപാത്രത്തിന്റെ പേരിൽ പേരുദോഷം ചുമക്കേണ്ടി വന്നിട്ടുണ്ട് ഈ കലാകാരിക്ക്. സമൂഹത്തിന്റെ കുത്തുവാക്കുകളും കൊള്ളിവാക്കുകളും ഒരുപാട് വേദനിപ്പിച്ചപ്പോഴും അഭിനയ ആഗ്രഹം ഉപേക്ഷിക്കുവാൻ ഒരുക്കമായിരുന്നില്ല ഈ കലാകാരി. സിനിമയെ അത്രമേൽ സ്നേഹിച്ചിരുന്നു ഇവർ. ആത്മശാന്തി കഴിഞ്ഞും മരുമകളും കഴിഞ്ഞാണ് ഞങ്ങളിവിടെ വീട്ടിലെത്തുന്നത്, നാട്ടിലെത്തിയത്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഇവിടെ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായിക്കുന്ന സ്ത്രീയൊക്കെ ഇവിടെ അടുത്ത് താമസമുണ്ട്. അവർ ഓടി വന്നിട്ട് എന്നെ കണ്ട് സന്തോഷമായിട്ടാ എല്ലാം സുഖമായിരുന്നല്ല. അപ്പോഴവരിവിടെയൊക്കെ കുഞ്ഞെ അപ്പി എന്നൊക്കെ വിളിക്കുക അവരുടെ ഭാഷ. അങ്ങനെ ചോദിച്ചു. എന്ന് ചോദിച്ചാൽ കുഞ്ഞെവിടെ? ഞാൻ പറഞ്ഞു ഏത് കുഞ്ഞ്? അപ്പി അഭിനയിച്ചപ്പോൾ ഒരു കുഞ്ഞു മോള്, അതിലെനിക്കൊരു കുഞ്ഞുണ്ട്. ഞാൻ പറഞ്ഞു അയ്യോ അതെൻ്റെ കുഞ്ഞാണെന്ന് ഇവിടെ എല്ലാവരും പറഞ്ഞു എൻ്റെ കുഞ്ഞാണെന്ന്. ഞങ്ങളിവിടെ വന്നിട്ട് ഏകദേശം 8-10-12 മാസവുമായി. ആ കുഞ്ഞെവിടെയെന്നാണ് ഇവിടെ ഉള്ളവർ അന്വേഷിച്ചത്. അപ്പം അത്രയായിരുന്നു നമ്മുടെ ഈ ഒരൊറ്റ ഉദാഹരണം മതിയല്ലോ ആൾക്കാർക്ക് അതിനെപ്പറ്റിയുള്ള ഒരു അവജ്ഞ. സമൂഹത്തിനാകെ മൊത്തം ഒരു വൃത്തികെട്ട മനോഭാവമായിരുന്നു ഈ സിനിമ എന്നും പറഞ്ഞ. നാടകമെന്ന് പറഞ്ഞാൽ പിന്നെ കേൾക്കുകയും വേണ്ട. അന്ന് പിന്നെ നല്ല കുടുംബത്തിലുള്ളവരാരും ഇറങ്ങുന്നില്ല. ആ കാലം അങ്ങനെയായിരുന്നു. 50-ലെ കാര്യമാണ് ഞാനീ പറയുന്നത്. ഇന്ന് 2011 ആയി.